ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റത്തിൻ്റെയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനായാലും അതുപോലെ തന്നെ ഡെസേർട്ട് ആയിട്ടൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, ഇത് കഴിക്കാനായിട്ട് ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇത് ചെറിയ ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ കനം കുറഞ്ഞിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ എല്ലാം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയത് കാരണം ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാൽ നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ചവ്വരി ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ഇത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് അരിപ്പൊടിയുടെ മിക്സ് ചേർക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറവിട്ട് ചേർക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം, ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം ആയി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി വറുത്ത് കോരിയിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു നാടൻ പായസമാണ് കേട്ടോ, ഹെൽത്തിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.